കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഇങ്ങനെ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കും. അതിനെതിരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു BJP വിരുദ്ധ മുന്നണി എന്നുള്ള നിലയിലാണ് ഇന്ത്യ സഖ്യം രൂപം കൊള്ളുന്നത്. അതിന്റെ പേര് തന്നെ ഇന്ത്യ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്തത്. ഒരു വിശാല ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ആയിരുന്നു സ്വാഭാവികമായും അതിന്റെ നേതൃത്വത്തിൽ. തുടർന്ന് BJP വിരുദ്ധരായിട്ടുള്ള ചെറിയ പാർട്ടികളെല്ലാം തന്നെ അതിൽ വന്നു ചേർന്നു. എന്നാൽ ഇന്നിപ്പോൾ അവിടെ ജന്തർ മന്ദറിൽ നടക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധത്തിൽ നിന്ന് TMC ഔദ്യോഗികമായി തന്നെ വിട്ടുനിന്നു. നേരത്തെ തന്നെ CPIയും അതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയെ ചേർന്ന് മത്സരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. എവിടെയാണ് ഈ കൊട്ടിഘോഷിച്ചു വന്ന ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ ഒരു സാധനം? അതിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ 2024 ഇലക്ഷൻ കഴിയുമ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പം കോൺഗ്രസിന് 100 സീറ്റും അടുപ്പിച്ച് കിട്ടി. അപ്പം ഒരു ധാരണയുണ്ടായി, രാഹുൽ ഗാന്ധി പ്രാപ്തനാണ്, നല്ലൊരു പ്രതിപക്ഷ നേതാവാകും. അപ്പം അന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനുണ്ട്, ഹരിയാനയുണ്ട്, ഇപ്പം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞു, ജാർഖണ്ഡിൽ കഴിഞ്ഞു, ഇനി ബീഹാറിൽ വരാൻ പോകും. പക്ഷെ അതിനുമുമ്പ് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എവിടെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, അതിനെ ബേസ് ചെയ്ത് മാത്രമേ ഇതിൻ്റെ യൂണിറ്റി മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഇത് കഴിവില്ലാത്ത, പൊളിറ്റിക്സ് എന്താണെന്ന് അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് അറിയാത്ത ഒരു 17-18 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ സ്വഭാവം മാത്രം കാണിക്കുന്ന ഒരുത്തൻ. ഇപ്പം ഇന്ത്യ മുന്നണി 27 പാർട്ടികളുണ്ട്. അതെ, ചില പാർട്ടികൾ 1-2 സീറ്റൊക്കെ ഉള്ളൂ. കേരള കോൺഗ്രസ് പോലുള്ള 1-2 സീറ്റൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത്, ഈ രാഹുൽ ഗാന്ധി അതിൻ്റെ ലീഡർഷിപ്പ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു, ഖർഗെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. ഇപ്പം മമതാ ബാനർജി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇന്ത്യ മുന്നണിയുടെ ഹെഡായിട്ട് ഒരു കാരണവശാലും കോൺഗ്രസിന് തുടരാനുള്ള അർഹതയില്ല. കാരണം അവർക്ക് ഇതിനെല്ലാം കൂടെ യോജിച്ച് ഇപ്പോഴത്തെ ലീഡർഷിപ്പ്, അത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഖർഗെ ലീഡർഷിപ്പിന് ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഫെയിൽഡ് ലീഡറാണ്. അയാൾ അമേച്ചി ജയിച്ചു കാണും, അല്ലെങ്കിൽ അപ്പുറത്ത് ജയിച്ചു കാണും. മനസ്സിലാക്കേണ്ട പോയിന്റ്, ഹരിയാനയിൽ കിട്ടിയ തോൽവി അവിടെ ജയിക്കേണ്ടതായിരുന്നു. അതെ, എല്ലാവരും പ്രതീക്ഷ ജയിക്കേണ്ടത്. അതെ, കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചത് അത് BJP പോലും ജയിക്കാൻ അവർക്ക്, കാരണം പ്രധാനമന്ത്രിയുടെ പ്രചരണത്തിന് പോലും പോയി. അതെ, അവിടെ കിട്ടിയ സെറ്റ് ബാക്ക് ഒന്ന്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ അവരുടെ കാരണം സഖ്യകക്ഷിയ ഉദ്ധവ്, പിന്നെ മറ്റേ ശരത് പവാർ. ഉദ്ധവ് നേരത്തെ പറഞ്ഞു കഴിച്ചു പുള്ളിക്ക് ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അതെ, കാരണം ആ പാർട്ടി തന്നെ ഇല്ലാതായി പോവും. പവാറിൻ്റെ കാര്യം, അയാളുടെ കൂടെ അയാളുടെ അനന്തരവൻ പോയി, അജിത് പവാർ, അയാൾ വീണ്ടും ഉപമുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവർ ബേസിക്കലി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് അല്ലാത്ത, ഇന്ത്യൻ ടെറൈനിന് പറ്റാത്തൊരു പൊളിറ്റീഷ്യനാണ്. അതിന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവരെ ഈ പറയുന്ന എല്ലാവരെയും കൂടെ എങ്ങനെ യോജിച്ച് മുന്നോട്ട്, ഇഷ്യൂ ബേസ്ഡാണ്. ഇപ്പം അഡാനി ഇഷ്യൂ, അതെ, അതാണിപ്പം പ്രശ്നം. ഇപ്പം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങളെ ടാറ്റ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് അഡാനി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ഗ്രൂപ്പ്. അതെ, തീർച്ചയായും ഒരുപാട് തൊഴിലൊക്കെ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് CPM എങ്ങനെ പോകാൻ പറ്റും? ഇവിടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്തത് അഡാനി. ശരിയാണ്. കാരണം ആരും ഇല്ലാത്ത സമയത്ത് അവരാണോ ഇത് ഏറ്റെടുക്കുകയും ഈ പോർട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ പോർട്ട് കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ അഡാനി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും അറിയാവുന്ന. കാരണം ഇപ്പം മമതാ ബാനർജിക്ക് ബംഗാളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അഡാനി ഇൻവെസ്റ്റ് ചെയ്തേക്കുക. അവിടെ 1-2 പോർട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പം അതേപോലെ തന്നെ ശരത് പവാറിന് മക്ക ബോംബെ എന്നുള്ള ബിസിനസ് കാരണം, രാഷ്ട്രീയക്കാരൻ, അയാൾക്ക് ബിസിനസ് അറിയാം. ഉദ്ധവ് താക്കറെ, ഇവർക്കൊക്കെ അറിയാം അഡാനി എന്ന് പറയുന്ന ആളുടെ ഇൻഫ്ലുവൻസ് എത്രയാണെന്ന്. അയാൾ പൊളിറ്റീഷ്യനല്ല. അയാൾക്കെതിരെ അമേരിക്ക കേസ് കിടക്കുന്നു, അതവിടെ നടക്കട്ടെ. അതിൻ്റെ പേരിൽ ഇന്ത്യയുടെ അഡാനിക്കെതിരെ നടക്കുന്ന ഫൈറ്റിൽ ഇവിടെ പ്രതിപക്ഷ പാർട്ടി CPM ഉൾപ്പെടെ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടി, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇപ്പം രാഹുൽ ഗാന്ധി, ഇതാ ഞാൻ അവനെ മോണായെന്ന് വിളിക്കുന്നത്.
അല്ല ഞാൻ ശരി, ശരിയാണ്. കാരണം ആദ്യം മനസ്സിലാക്കണം, ഒരു പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധം നടത്താൻ പോവാണ്, പാർലമെന്റ് പറയാൻ പോകുമ്പോൾ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, അത് ഫാക്ടർ അതെ. അല്ലേ? കാരണം ഒറ്റക്ക് ഗവൺമെന്റിനെ നേരിടുക, അതുകൂടാതെ അവരൊരു സ്ലോഗൻ മുമ്പോട്ട് വെക്കുക. അത് മുമ്പോട്ട് വെക്കുകയാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഹരിയാന, മഹാരാഷ്ട്രയിൽ ഈ മുന്നണിക്ക് കിട്ടിയ അടി, ഈ ഒരു സന്ദർഭത്തിൽ അഡാനിക്കെതിരെ ഇവർ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും, ഇൻക്ലൂഡിങ് ജഗനാണെങ്കിലും. ജഗന്റെ ഭരിച്ചുകൊണ്ട സമയത്താണ് അവിടെ ആന്ധ്രയിൽ അഴിമതി നടത്തിയെന്ന് പറയുന്നത്. അതെ. ജഗൻ പോലും സപ്പോർട്ട് ചെയ്യൂ. ജഗനും ഉൾപ്പെടെ കൂടുന്നുവല്ലേ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കണം. ബേസിക്കലി ഇതാണ് പൊളിറ്റിക്സ്. അത് പൊളിറ്റിക്സിന്റെ ബേസിക്സ് ആയി ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അഡാനി എന്ന് പറയുന്ന ഇന്ത്യയിലൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പിനെ അടിക്കുമ്പോൾ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ പല സ്റ്റേറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന, ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഗ്രൂപ്പായത്. അപ്പോൾ ആ ഗ്രൂപ്പ് തളരുമ്പോൾ ഈ സ്റ്റേറ്റുകൾ, കാരണം ഒരു ഫെഡറൽ സിസ്റ്റമാണ്, സെൻട്രൽ ആണ് സ്റ്റേറ്റ് ആണെങ്കിലും, ഇവിടൊക്കെ ഈ ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടുത്തെ പൊളിറ്റീഷ്യൻസുമായിട്ടും ബ്യൂറോക്രസിയായിട്ടൊക്കെ സഹകരിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയ ശേഷം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഇക്കോസിസ്റ്റത്തിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഇയാളെ എതിർക്കാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന മൊണ്ണയ്ക്ക് മനസ്സിലാകുന്നില്ല എന്തുവാ. അപ്പൊ ഇതൊന്നും ഇത്തരം അല്ലെങ്കിൽ ഒരു പൊതുവെ ഒരു അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ അതൊരു പാർട്ടിയുടേതാണെങ്കിലും മുന്നണിയുടേതാവുമ്പോഴും ഒരു ചർച്ചകളൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ചും മുന്നണിയുടെ ഒക്കെ ആകുമ്പോൾ കൂടുതൽ ചർച്ചകളുണ്ടോ? അപ്പൊ അത്തരത്തിൽ ഒരു ചർച്ചകളില്ലാതെ കോൺഗ്രസ് ഇങ്ങനെ ഏകപക്ഷീയമായി ഇവർ ചർച്ച ചെയ്ത് ഈ പാർട്ടികളൊന്നും അനുകൂലിക്കത്തില്ലല്ലോ. ഇല്ല. ആരാ അനുകൂലിക്കാൻ പോകുന്നത്? ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിൽ അഡാനിക്കെതിരെയുള്ള സംഭവത്തിൽ അനുകൂലിക്കാൻ പറ്റും? അത് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് അറ്റാക്ക്, പക്ഷെ അഡാനിക്കെതിരെയുള്ള സംഭവത്തിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും? ഈ മുലയും മറ്റേ അഖിലേഷ് യാദവിനായിട്ട് ചെയ്യാൻ പറ്റുമോ? ആർക്ക് ചെയ്യാൻ പറ്റും? മായാവതി ഒന്നും അല്ലെങ്കിൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ബേസിക്കലി ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഇതാണ്. കാരണം ഈ പൊളിറ്റിക്കൽ പാർട്ടിക്കൊക്കെ ഫണ്ട് കൊടുക്കുന്ന അയാളാണ്. ഇതിനൊക്കെ സാമ്പത്തികമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇലക്ഷൻ ഉണ്ട്, അതുണ്ട്, ഇതൊക്കെ വരാൻ പോവുക. അപ്പം ബോധമില്ലാത്ത രീതി, അത് പ്രധാനമായിട്ടും ഇപ്പോൾ CPM എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് BJP എതിർക്കുന്നതാണ്. അതെ. അവർക്ക് ഒരു കാരണവശാലും അഡാനി എതിർക്കാൻ പറ്റത്തില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന വിഴിഞ്ഞമാണെങ്കിൽ മറ്റു പലതും ഒരു ബന്ധവും ഉണ്ടായേക്കുന്നത്. കാരണം ഒരു സമയത്ത് ആർക്കും വേണ്ടാത്ത സമയത്ത് അവരാണ് കയറി വന്ന് ഉമ്മൻചാണ്ടി ഇവരെ പിടിച്ചു വലിച്ചോട്ട് വരുന്നത്. അവസാനം അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അതിന് കാരണക്കാരൻ ഈ പറയുന്ന പിണറായി വിജയന്. അയാൾ നാളെ അഡാനി കറപ്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അഡാനിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് പോലും താഴെ പോയി ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിന് പേടിയാണ്. കാരണം ആ ഫർദർ അയാൾക്ക് ഫണ്ട് ചെയ്യാൻ പറ്റാതായി പോകും, പ്രോജക്ട്സ് നിന്ന് പോകും. അപ്പൊ ഇതൊന്നും ബോധമില്ലാതെ ഇത് അടിച്ചു പിരിയുന്നത് ഇല്ലാതായിക്കോ. ഒന്നത് ഇലക്ഷനും നോക്കുന്ന ഇതേപോലെ ഇഷ്യൂ എടുക്കാൻ നേരത്ത് ബേസിക്കലി പറ്റുന്ന ഒരു സംഭവമുണ്ട്. വിഷൻ വേണം. ഒരു ഒപ്പോസിഷൻ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഒരു കാര്യം ചെയ്യുക. ഇപ്പം ഇവിടെ ഇടതുപക്ഷമുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. അതെ, എഗ്രീഡ്. ഇവിടെ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂവിൽ കേരളത്തിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി അയാൾക്കെതിരെ നിൽക്കൂ? ഇല്ല. കാരണം ഇവിടെ ഈ മോൾ എന്ന് പറയുന്നത് ഇത്ര പേർക്ക് അത് ജോലി കൊടുക്കുന്നുണ്ട്. അതെ, ഹ്യൂജായിട്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ നിന്നുള്ള പ്രോഡക്ട്സിന്റെ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഒരു വലിയ നെറ്റ്വർക്കാണ്. അപ്പോൾ അത് തളരുക എന്ന് പറയുന്നത് ഇവിടുത്തെ പൊളിറ്റിക്സിനെ, ഇവിടുത്തെ ജനങ്ങളെ, ഒരു സാധാരണക്കാരനെ ബാധിക്കും. എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇത്രയും മലയാളികൾ അയാളുടെ ദുബായിലും മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫാക്ടറാണിത്. അപ്പോൾ ഇവിടുത്തെ CPM എതിർക്കാൻ പറ്റുമോ? കോൺഗ്രസ് എതിർക്കാൻ പറ്റുമോ? ഇവിടെ BJP എതിർക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പുള്ളി ഈ യൂസഫ് അലി പറയുന്ന കോയമ്പത്തൂര് ഇത് മോള് സ്റ്റഡി സമയത്ത് ഈ അണ്ണാമല എന്ന് പറഞ്ഞ അവിടെ ഈ ജയിയുടെ അത് പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും ലുലു കോയമ്പത്തൂർ ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന്. പബ്ലിക്കായിട്ട് പറഞ്ഞു. അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനൊരു BJPയുടെ ഒരു സീനിയർ നേതാവിനെ ഡൽഹി വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ അണ്ണാമലയുടെ വിഷു എന്നോട് പറയാ, അവന് പ്രാന്താന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലെ BJPയുടെ നേതാവ്.
അത് ഇത്രയും പേർക്ക് യൂസഫ് അലിയുടെ ജോലി കൊടുക്കുന്നു. അപ്പോൾ അയാളുടെ ഇവിടെ വരാൻ പറയാൻ ഇവൻ ആരാന്ന് ചോദിച്ചു. ഇന്ത്യ ജനാധിപത്യ രാജ്യം, മോദിയാണെങ്കിൽ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തേക്കും ആർക്കും വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. മോദി തന്നെ വിളിച്ച് ഇവനെ ഫയർ ചെയ്യുന്ന കേട്ട് ഈ വിഷയത്തിൽ കാരണം മിണ്ടിപ്പോകരുത്. കാരണം ഇപ്പൊ അഹമ്മദാബാദ്, അതായത് ഗുജറാത്തില്, ലക്നൌ, ഇന്ത്യയിൽ മുഴുവനും ഇപ്പൊ കാശ്മീർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ഇൻവെസ്റ്ററെ എന്തെങ്കിലും ഒരു ഇപ്പം അണ്ണാമലൈ അതിനുശേഷം ഈ പുള്ളിയുടെ അരക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഒരിക്കലും ഞാൻ ബാംഗ്ലൂർ വെച്ച് അണ്ണാമല കണ്ടു. ഞാൻ ചോദിച്ചു, വൈ യു മേക്ക് സച്ച് കൈൻഡ് ഓഫ് ഇഡിയോമാറ്റിക് നോയ്സ്? ഇത് അബദ്ധം പറ്റിപ്പോയതാ, ആൾക്കാർ പറഞ്ഞ് തലയിൽ കയറ്റിയതാ. ഇത് പൊളിറ്റിക്സ് പൊളിറ്റിക്സിന്റെ ബേസ് അറിയാത്തവർക്കാണ് ഈ പ്രശ്നം. കാരണം ഒരു ഇൻവെസ്റ്റർ ഒരു കാരണവശാലും, കാരണം അണ്ണാമല അതിൻ്റെ കുറച്ച് വർഗീയതയും മുസ്ലിമൊക്കെ ഉണ്ടാക്കാൻ ആരംഭിച്ചേ. അതെ, പക്ഷെ നേരെ അത് അവിടെയുള്ള ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ബിസിനസ് സിറ്റിയാണ്. ശരിയാണ്. ഗ്രേറ്റ്. അതെ. അപ്പൊ അവിടെ അത്രയും ബിസിനസ് കൊണ്ടുവരികയും അവിടെ അത്രയും ആൾക്കാർക്ക് ജോലി ക്രിയേറ്റ് ചെയ്യുന്നു, ആൾക്കാരെ എൻഗേജ്ഡ് ആക്കുന്നു, ആ പ്രദേശത്തിന്റെ GDP ഉയർത്തുന്ന സംഭവമായത്. അതെ, ഞാൻ ഈ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇയാളുടെ ഇറയക്കാരും പറഞ്ഞത്. അപ്പം അങ്ങനെ അതാണ് ഒരു സംഭവം. അപ്പൊ ഇയാള് യൂസഫ് അലി ഇന്ത്യ മുഴുവനും തുറക്കാൻ പോകും. അപ്പൊ അത്രമാത്രം ഇവിടുത്തെ എക്കോണമിയാണ് അതിന്റെ കൺസംഷനും സംഭവമാണിത് മാറുന്നത്. കാരണം ആൾക്കാരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കുന്നു, ഇവിടുത്തെ ഫാം പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കുന്നു. അതൊരു പുതിയ വേവ് ഓഫ് എക്കോണമിയാണ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതേപോലെ തന്നെ ഈ അദാനിക്കെതിരെ ഈ പൊട്ടം കയറി ഉപരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മറ്റുള്ള മെച്യൂർഡ് പൊളിറ്റിക്കൽ പാർട്ടിയെ, മമതയാണെങ്കിൽ ഈ കാര്യത്തിൽ ഒട്ടും മോശമൊന്നുമല്ല. കാരണം മമത ആ സ്റ്റേറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് ഇല്ലയോ. അപ്പം അവർക്കറിയാം ഇപ്പം ഇതിൻ്റെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം ജിവിന്. ഈ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ ഇവർ 100 കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, കാരണം സ്റ്റേറ്റ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, അവിടുത്തെ പൊളിറ്റിക്കൽ സീൻ എന്താണ്, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്. കാരണം അത്ര ഹ്യൂജ് എമൗണ്ടിലേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇത്രയും സ്റ്റഡീസ് എല്ലാം നടത്തിയല്ലേ പോകുന്നത്. അപ്പം അതിന് പറ്റിയ ഒരു സംഭവത്തിൽ മമത ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരും വരുന്നില്ല. ഇപ്പം ഇവർ വന്നിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർക്കെതിരെ അവിടെ കൊടി പിടിക്കാനും ബഹളം പോയി കഴിഞ്ഞാൽ പിന്നെ അടാന് നാളെ അവിടെ പോകും. ഇല്ല, ഇത് കോമൺ സെൻസ്. അത് മാത്രമല്ല, ഇപ്പം ഇത്ര ഒരു മുന്നണി, രാഷ്ട്രീയ മുന്നണി എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് ഒരുപാട് ജനകീയ വിഷയങ്ങളോ അല്ലെങ്കിൽ പാർലമെന്റിനകത്ത് ഭരണപക്ഷത്തിനെതിരെ ഇത്തരം അജണ്ടകളാണ് ഇവരെടുക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് അഡാനിക്കെതിരെ ഇവർ കേസെടുക്കും, ഇതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗമാണ് അഡാനി. ശരിയാണ്. ഓക്കെ, കാരണം ഇന്ത്യൻ എക്കോണമി ഗ്രോത്തിന്റെ ഭാഗമാണ് അഡാനി. ഈ പറഞ്ഞ കോർപ്പറേറ്റുകളോട് അല്ലല്ല, അതിൻ്റെ അകത്ത് ഏറ്റവും ക്രൂഷ്യലാണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കുന്നത്. ശരിയാണ്. അപ്പൊ അമേരിക്കയിൽ കേസുണ്ട്, അവിടെ നടക്കട്ടെ. അപ്പൊ ആ കേസ് എടുത്തോണ്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിയും. ഓക്കെ, അത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പാർട്ടി, ഇന്ത്യയുടെ ഒരു ബിസിനസ് എക്കോസിസ്റ്റത്തെ, എക്കോണമിയെ എത്ര ഡീപ്പായിട്ട് ബാധിക്കും എന്നുള്ളത് ഈ മൺമുണ്ണിക്ക് അറിയത്തില്ല. നമ്മുടെ ഫോറിൻ ട്രേഡിന് ഉൾപ്പെടെ എല്ലാത്തിനെയും ബാധിക്കും. അപ്പം അതവിടെ നടക്കട്ടെ, അതിന്റെ ലീഗൽ കോഴ്സ് അമേരിക്കയുടെ സംഭവമൊക്കെ നടക്കാൻ അത് തടയാതെ മാത്രം സഫർ ചെയ്യേണ്ട ഒരു വിഷയം. അത് ലെറ്റ് ഇറ്റ് ഗോ. പക്ഷെ അതെടുത്ത് ഇന്ത്യയിൽ പ്രയോഗിക്കുമ്പോൾ, അതേ സെയിം സാധനം എടുത്ത് ഇന്ത്യയിൽ പ്രയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ GDPയുടെ ഗ്രോത്ത് ഇവിടുത്തെ ഓരോ ജനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കോർപ്പറേറ്റ് ആണ്. അപ്പോൾ പഴയ രീതിയിലുള്ള മലയാളികൾ ചിന്തിക്കുന്ന രീതിയല്ല ബേസിക്കലി ഇന്ത്യക്കാർ ചിന്തിക്കുന്ന ഇന്ത്യൻ കോർപ്പറേറ്റിനെ പറ്റി. കാരണം അവൻ രക്ഷപ്പെട്ടാൽ ഇവിടെ ജോലി കിട്ടൂ, അവൻ രക്ഷപ്പെട്ടാൽ ഇവിടുത്തെ എക്കോണമി ശരിയാവത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ലിബറലൈസ്ഡ് ഗ്ലോബലൈസ്ഡ് എക്കോണമിയാണ് ഇന്ന് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ബേസിക്കലി ഈ പറയുന്ന രാഹുൽ ഗാന്ധി അവനെ കൂടുതൽ എക്സ്പോസ് ചെയ്യുക. കാരണം ഹീ ഈസ് നോട്ട് കേപ്പബിൾ ടു ഡു എനിത്തിങ്. കാരണം ചുമ്മാ അത് മോക്കറിയും ഗിമിക്സും കാണിച്ച് നടക്കുന്നു. അപ്പോൾ അതിനനുകൂലമായിട്ട് പാർട്ടിയുടെ കുറച്ച് ആൾക്കാർ നടക്കും. അല്ലാതെ ആരെങ്കിലും ഇന്ത്യയിൽ വന്നൊരു ഇന്ത്യയുടെ ഓൺ നേറ്റിവിറ്റിയുടെ ഇൻവെസ്റ്റർ അയാളെ തകർക്കാൻ ശ്രമിക്കൂ. അയാൾക്ക് അമേരിക്ക കേസൊന്നിട്ടിക്കൂ, കാരണം സൈൻ ചെയ്ത കോൺട്രാക്റ്റും ഒക്കെയാണ്. പക്ഷെ അതിനെ ഇന്ത്യ ഡിമോളിഷ് ചെയ്യുന്നത് ഇന്ത്യയെ തകർക്കുന്നതിന് തുല്യമാണ്. അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ.